രാജ്യത്തെ നാളികേര കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണിന്ന് കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. കോക്കനട്ട് പ്രൊമോഷൻ സ്കീം എന്ന് വിശേഷിപ്പിച്ച പദ്ധതിയിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള നാളികേരവും നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ആഗോള വിപണിയിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 3 കോടി ആളുകൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ 1 കോടിയോളം വരുന്ന കർഷകർക്കും ഈ പദ്ധതി ഗുണകരമാക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ കേരളത്തിന് എത്രത്തോളം നേട്ടമുണ്ടാകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിലെ നാളികേര ഉൽപ്പാദനത്തിൽ നിലവിൽ കർണാടകയാണ് 1ാം സ്ഥാനത്ത്. മുമ്പ് കേരളമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെങ്ങുള്ള സംസ്ഥാനം പക്ഷേ കേരളമാണ്. ഉൽപ്പാദനത്തിൽ കേരളം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തമിഴ്നാടും കർണാടകയുമാണ് മുന്നിൽ. ആന്ധ്രാപ്രദേശാണ് കേരളത്തിന് തൊട്ടു മുന്നിലുള്ള സംസ്ഥാനം. രാജ്യത്തെ മൊത്തം നാളികേര ഉൽപ്പാദനത്തിന്റെ 28.5% കർണാടകയിൽ നിന്നുള്ളതാണ്. തുങ്കൂരു, ഹാസൻ ജില്ലകളിലാണ് പ്രധാന നാളികേര ഉൽപ്പാദന കേന്ദ്രങ്ങൾ. തമിഴ്നാട് ഉൽപ്പാദനക്ഷമതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. കോയമ്പത്തൂർ, തിരുപ്പൂർ ജില്ലകളിൽ വ്യാപകമായി കൃഷിയുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ സ്ഥലത്ത് തെങ്ങ് കൃഷി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും ഉൽപ്പാദനത്തിൽ ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ജില്ലകളായ ഗോദാവരി, പശ്ചിമ ഗോദാവരി ജില്ലകളും പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങളാണ്. പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ. ലോകത്തെ നാളികേര ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും ആധുനിക കൃഷിരീതികളും ജലസേചന സൗകര്യങ്ങളും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായാണ് വിലയിരുത്തൽ. കേരളത്തിൽ തെങ്ങുകൾ ധാരാളമുണ്ടെങ്കിലും ആധുനിക ശാസ്ത്രീയ രീതിയിൽ നാളികേര കൃഷി ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ രംഗത്ത് കേരളം പിന്നിലാകാൻ കാരണം.